അസ്സലാമു അലൈക്കും. യുക്തിവാദപരവും അനുഭവവാദപരവുമായിട്ടുള്ള ചിന്തകളെ സംബന്ധിച്ചുള്ള ചില വിശകലനങ്ങളൊക്കെ ഇതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇസത്ത് ബഗോവിച്ചിൻ്റെ വീക്ഷണത്തിൽ ഭൗതികമായ പഠനങ്ങൾ മനുഷ്യനെപ്പോഴും ബാഹ്യമായ കാര്യങ്ങളും ചുറ്റുപാടുകളുമായി ബന്ധപ്പെടുത്തുന്നു. അതേസമയം മതത്തിൽ അവൻ ആകാശത്തു നിന്ന് വന്നവനുമാകുന്നു. ഈ രണ്ട് വൈരുദ്ധ്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരുപാട് വിശദീകരണങ്ങളും ഒരുപാട് പാഠങ്ങളും ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാം. അതിൽ തന്നെയും മനുഷ്യൻ്റെ വികാസത്തെയും ചരിത്രത്തെയും സംബന്ധിച്ചുള്ള ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യമായി കായ പൊട്ടിക്കാൻ വേണ്ടി മനുഷ്യൻ കല്ല് ഉപയോഗിച്ച് തുടങ്ങി. അതായത് ടൂളുകൾ ഉപയോഗിച്ച് തുടങ്ങി. മനുഷ്യൻ്റെ ഒരു വികാസത്തെ നമ്മൾ അടയാളപ്പെടുത്തുന്ന പല ഘട്ടങ്ങളിൽ ഏറ്റവും പ്രാഥമികമായ ഒന്നാണല്ലോ അത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു സവിശേഷതയായിട്ട് അല്ലെങ്കിൽ മനുഷ്യയുക്തിയുടെ ബോധത്തിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് മാത്രം ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്തെന്നാൽ അത് അവൻ്റെ മൃഗപൂർവികരും ചെയ്തിരുന്നു എന്ന് വാദിക്കാം. അതേസമയം കല്ല് എന്ന വസ്തുവിനെ കരുവാക്കി രൂപപ്പെടുത്തുകയും അതിനെക്കുറിച്ച് അറിവ് കൈമാറുകയും ചെയ്തു എന്നത് വലിയൊരു കാര്യമാണ്. ഇത് കേവലമായ അനുഭവങ്ങളിലൂടെ മാത്രം വിശദീകരിക്കാവുന്ന ഒന്നല്ല. എന്നാൽ അതിനേക്കാൾ കുറേ കൂടി സൂക്ഷ്മമായിട്ടുള്ള മറ്റൊന്ന്, മണ്ണിൽ മനുഷ്യൻ അവൻ്റെ ആദ്യത്തെ ചിത്രം വരച്ചു എന്ന് സങ്കല്പിക്കാം. എവിടെയെങ്കിലുമായിട്ട് ചിത്രം വരഞ്ഞ് തുടങ്ങിയപ്പോഴാണല്ലോ അവൻ കലാരംഗത്തേക്ക് പ്രവേശിച്ചത്. കലാപരമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ മണ്ണിൽ അവൻ്റെ ആദ്യ ചിത്രം, ഒരു പക്ഷേ അവൻ്റെ നിഴലിൻ്റെ ഒരു രൂപം വരച്ചതൊക്കെ ആവാം ആരംഭം. അത് പക്ഷേ അവന് മാത്രം സാധ്യമായ കാര്യമായിരുന്നു. അത് അവൻ്റെ പരിണാമചക്രത്തിലെ മൃഗപൂർവികന്മാർക്കിടയിൽ അത്തരം ശേഷികൾ കണ്ടെത്താൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. ഇസത്ത് ബഗോവിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. ദ ബയോളജിക്കൽ ആസ്പെക്ട് ഓഫ് മാൻസ് എമർജൻസ് മേ ബി എക്സ്പ്ലെയിൻഡ് ബൈ ദി പ്രിസീഡിങ് ഹിസ്റ്ററി. മനുഷ്യൻ്റെ ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രഭവം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉൽപ്പത്തിയുടെ ജീവശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളെന്ന് പറയുന്നത് ഒരുപക്ഷെ അവൻ്റെ മുൻകാല ചരിത്രം വെച്ചുകൊണ്ട് പൂർവ്വ സ്പീഷീസുകളുടെ ചരിത്രം വെച്ചുകൊണ്ട് വിശദീകരിക്കാൻ സാധിച്ചേക്കാം. എന്നാൽ മനുഷ്യനെന്ന് പറയുന്നത് കേവലം ബയോളജിക്കൽ അല്ല. ദ സ്പിരിച്വൽ ആസ്പെക്ട് ഓഫ് ഹിസ് എമർജൻസ് കനോട്ട് ബി ഡെഡ്യൂസ്ഡ് ഓർ എക്സ്പ്ലെയിൻഡ് ബൈ എനിത്തിങ് ദാറ്റ് ഹാഡ് എക്സിസ്റ്റഡ് ബിഫോർ ഹിം. അവൻ്റെ ഇപ്പറയുന്ന എമർജൻസിൻ്റെ ഉൽപ്പത്തിയുടെ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റ് അതും കൂടി പരിഗണിക്കുമ്പോൾ അതിനെ ഒരിക്കലും തന്നെ നമുക്ക് പൂർവ്വകാലത്തുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ജന്തുവുമായിട്ടോ ഘടകവുമായിട്ടോ ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യൻ്റെ ചരിത്രം വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം അത് സംസ്കാരവും നാഗരികതയും, കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ എന്ന വിഷയത്തിലേക്ക് ബന്ധിപ്പിക്കുന്നുണ്ട്. സംസ്കാരവും നാഗരികതയും എന്ന വിഷയം അദ്ദേഹം പരാമർശിക്കുന്നത് പുസ്തകത്തിൻ്റെ 1-ാം ഭാഗത്തിൽ 2-ാം അധ്യായത്തിൽ റിഫ്ലക്സ് ഓഫ് ദി ലൈഫ് ഡ്യുവലിസം എന്നൊരു ഉപശീർഷകമുണ്ട്. അതിൻ്റെ കീഴിലാണ്. അപ്പോൾ സംസ്കാരത്തെയും നാഗരികതയും സംബന്ധിച്ചുള്ളൊരു വിഭജനം ഇതെങ്ങനെ സാധ്യമാകും എന്നത് കൗതുകകരമാണ്. സാധാരണഗതിയിൽ പരസ്പരം പര്യായങ്ങളായി പോലും നമ്മൾ ഭാഷയിൽ ഇത് രണ്ടും ഉപയോഗിക്കാറുണ്ട്. സംസ്കാരത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശകലനങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഉത്തരാധുനിക ദർശനങ്ങളിലൊക്കെയും അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പഠനങ്ങളിലൊക്കെയും സംസ്കാരത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും മറ്റൊന്നായിട്ട് മാറും. ഇവിടെ ഇസത്ത് ബഗോവിച്ച് അദ്ദേഹത്തിൻ്റെ ആശയം പ്രകടിപ്പിക്കുന്നത് ഏതർത്ഥത്തിലാണ് എന്നത് നമ്മളത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അദ്ദേഹം പറയുന്നത് സംസ്കാരം സ്വർഗത്തിൽ നിന്ന് വരുന്നു എന്നാണ്. കൾച്ചർ ബിഗാൻ വിത്ത് ദ പ്രൊലോഗ് ഇൻ ഹെവൻ. അപ്പോൾ സ്വർഗത്തിലെ ആ ഒരു ആരംഭം, മനുഷ്യൻ്റെ ആദിയെ ഒരു ഹെവൻലി സ്വർഗീയമായിട്ടുള്ള ഒന്നായിട്ട് സങ്കല്പിക്കുന്നു. മതപരമാണല്ലോ ആ സങ്കല്പം. ഈ ഭാഗത്ത് കാൽപ്പനികമായിട്ടുള്ള ധാരാളം വർത്തമാനങ്ങൾ ഇസത്ത് ബഗോവിച്ച് പറയുന്നുണ്ട്. വളരെ കൃത്യമായ കർക്കശമായിട്ടുള്ള ഒരു തത്വശാസ്ത്ര വിശകലനം എന്നതിനപ്പുറം വളരെ കാൽപ്പനികമായിട്ടുള്ള ഒരു ഭാവത്തിലേക്കും ബോധത്തിലേക്കും ഗ്രന്ഥകാരൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് കൾച്ചർ. അത് ബിഗാൻ വിത്ത് ദി പ്രൊലോഗ് ഇൻ ഹെവൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നതെങ്കിൽ മറുഭാഗത്ത് നാഗരികത എന്ന് പറയുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഭൗതികമായ വിനിമയമാണ്. ദ മെറ്റീരിയൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഭൗതികമായ വിനിമയം മാത്രമാണ്. തുടർന്ന് അങ്ങോട്ടുള്ള വായനയുടെ ഒരു ചുരുക്കം നമ്മളിവിടെ പറയാം.
സംസ്കാരത്തെ ഇസത്ത് ബെഗോവിച്ച് രണ്ട് രീതിയിൽ വായിക്കുന്നു. ഒന്ന്, ഇൻഫ്ലുവൻസ് ഓഫ് റിലിജൻ ഓഫ് മാൻ. രണ്ട്, മാൻസ് ഇൻഫ്ലുവൻസ് ഓൺ ഹിംസെൽഫ്. ഇൻഫ്ലുവൻസ് ഓഫ് റിലിജൻ ഓൺ മാൻ, മനുഷ്യനിൽ മതത്തിൻ്റെ സ്വാധീനം. അതാണ് സംസ്കാരത്തിൻ്റെ പ്രഭവമായിട്ട് അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ അതുമാത്രമല്ല, മറ്റൊരു മാനവും കൂടിയുണ്ട്, മാൻസ് ഇൻഫ്ലുവൻസ് ഓൺ ഹിംസെൽഫ്, മനുഷ്യന് അവനിൽ തന്നെയുള്ള സ്വാധീനം. ഇതിൽ നിന്നാണ് സംസ്കാരം പിറവികൊള്ളുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ, മറുഭാഗത്ത് സിവിലൈസേഷൻ, നാഗരികത എന്ന് പറയുന്നത് ദ എഫക്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ഓൺ നേച്ചർ, മനുഷ്യൻ്റെ ധിഷണ എന്ന് പറയുന്നത് പ്രകൃതിയിൽ പ്രയോഗിക്കുന്നതിൻ്റെ ഫലമാണ്. ഓൺ ദ എക്സ്റ്റേണൽ വേൾഡ്, ബാഹ്യമായ ലോകത്ത്. പ്രകൃതിയിൽ എന്ന് പറഞ്ഞിട്ട് അതോടൊപ്പം ഓൺ ദി എക്സ്റ്റേണൽ വേൾഡ്, ബാഹ്യമായിട്ടുള്ള ലോകത്ത് പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നാഗരികത അല്ലെങ്കിൽ സിവിലൈസേഷൻ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, കൾച്ചർ മീൻസ് ദ ആർട്ട് ഓഫ് ബീയിങ് മാൻ. മനുഷ്യനായിത്തീരലിൻ്റെ ഒരു കലയാണ് സംസ്കാരം. അതേസമയം സിവിലൈസേഷൻ മീൻസ് ദ ആർട്ട് ഓഫ് ഫങ്ഷനിങ്, റൂളിംഗ് ആൻഡ് മേക്കിംഗ് തിങ്സ് പെർഫെക്റ്റ്. അത് നിർവഹണത്തിൻ്റെയും ഭരണത്തിൻ്റെയും കാര്യങ്ങൾക്ക് പൂർണ്ണതയുണ്ടാക്കലിൻ്റെയും കലയാണ്. സിവിലൈസേഷൻ അങ്ങനെയാണ്. പിന്നെയും അദ്ദേഹം പറയുന്നു, കൾച്ചർ ഈസ് എ കണ്ടിന്യൂവൽ ക്രിയേറ്റിംഗ് ഓഫ് സെൽഫ്. ആത്മത്തിൻ്റെ സത്തയുടെ അനുസ്യൂതമായ സൃഷ്ടികർമ്മമാണ് യഥാർത്ഥത്തിൽ കൾച്ചർ എന്ന് പറയുന്നത്. എന്നാൽ സിവിലൈസേഷനോ ദ കണ്ടിന്യൂവൽ ചേഞ്ചിങ് ഓഫ് ദി വേൾഡ്, ലോകത്തിൻ്റെ ലോകപരിവർത്തനത്തിൻ്റെ നൈരന്തര്യമാണ്. ഇത് രണ്ടും കണ്ടിന്യൂവൽ പ്രോസസ്സുകളായിട്ട് അവതരിപ്പിക്കുന്നു. പക്ഷേ ഒന്ന് സെൽഫിൻ്റെ ഒരു സൃഷ്ടികർമ്മം, ക്രിയേറ്റിംഗ് സെൽഫ് എന്ന നിലക്കാണ് പരിചയപ്പെടുത്തപ്പെടുന്നതെങ്കിൽ, രണ്ടാമത്തത് ചേഞ്ചിങ് ഓഫ് ദി വേൾഡ് എന്ന ഒരാശയവുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. മനുഷ്യ സംസ്കാരത്തിന്, കൾച്ചറിന് ഒരു അൺബ്രോക്കൺ ലൈൻ സങ്കല്പിക്കുന്നുണ്ട് ഗ്രന്ഥകർത്താവ്. ഛേദിതമായിട്ടില്ലാത്ത ഒരു ചങ്ങല, ഒരു വര, ഒരു രേഖ. ആ ഒരു രേഖയിൽ അതിലെ കണ്ണികളായിട്ട് അദ്ദേഹം അടയാളപ്പെടുത്തുന്നത് മതം, വിശ്വാസം, കവിത, നാടകം, വിനോദം, ഫോക്ക്ലോർ, ഫോക്ക് ടെയിൽസ്, മിത്തോളജി, മോറൽ ആൻഡ് എസ്തെറ്റിക് കോഡ്സ്, ധർമ്മശാസ്ത്രപരവും സൗന്ദര്യശാസ്ത്രപരവുമായ അറിവുകൾ, രാഷ്ട്രീയത്തിൻ്റെയും നീതിപാലനത്തിൻ്റെയും ഘടകങ്ങൾ എന്നിവയും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിത്വത്തിൻ്റെ മൂല്യം, സ്വാതന്ത്ര്യം, സഹിഷ്ണുത, ദർശനം, നാടകവേദി, ഗാലറികൾ, മ്യൂസിയം, ഗ്രന്ഥശാല മുതലായവയുമാകുന്നു. അപ്പോൾ ഇത് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഘടകങ്ങൾ, അതിൻ്റെ ഒരു ചേർച്ച പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം ഘടകങ്ങളിലൂടെ ഉണ്ടാവുന്ന അൺബ്രോക്കൺ ആയിട്ടുള്ള ഒരു ലൈൻ, ആ ലൈൻ ആണ് മനുഷ്യ സംസ്കാരത്തിനുള്ളതായിട്ട് ഇസത്ത് ബെഗോവിച്ച് സങ്കല്പിക്കുന്നത്. അങ്ങനെ ഒരു ലൈനായിട്ട് സങ്കല്പിക്കുമ്പോൾ അതിൻ്റെ ആദ്യ രംഗം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും സ്വർഗത്തിൽ വെച്ച് കളിച്ചതാണ് എന്നും അദ്ദേഹം വളരെ കാൽപ്പനികമായി, രസകരമായി അവതരിപ്പിക്കുന്നുണ്ട്. അതേസമയം നാഗരികത എന്ന് പറയുന്നത്, സിവിലൈസേഷൻ എന്ന് പറയുന്നത്, അത് സാങ്കേതിക പുരോഗതിയുടെ നൈരന്തര്യമാണ്. അത് ആത്മീയ പുരോഗതിയെ അല്ല അടയാളപ്പെടുന്നത്, അത് സാങ്കേതിക പുരോഗതിയുടെ നൈരന്തര്യമാണ്. എന്നാൽ മനുഷ്യന് നാഗരിക പുരോഗതി സൃഷ്ടിച്ചേ മതിയാകൂ. എപ്പോഴും പറയുന്നുണ്ടല്ലോ, ബൈപോളാർ യൂണിറ്റിയാണ് ഇസ്ലാം. ഇപ്പറയുന്ന വൈരുദ്ധ്യങ്ങളുടെ കാര്യത്തിലും ഇസ്ലാമിൻ്റെ നിലപാട് അത് തന്നെയാണ്. മനുഷ്യന് നാഗരിക പുരോഗതി, സിവിലൈസേഷൻ സൃഷ്ടിച്ചേ മതിയാകും. അത് ശ്വസിക്കുന്നതും ആഹരിക്കുന്നതും പോലെയാണ്. എക്സ്പ്രഷൻ ഓഫ് നെസസിറ്റിയാണ്. ആവശ്യങ്ങളുടെ അല്ലെങ്കിൽ അനിവാര്യതയുടെ ഒരു പ്രകാശനമാണത്. എന്നാൽ അതോടൊപ്പം തന്നെ അത് അവർ ലാക്ക് ഓഫ് ഫ്രീഡമാണ്. അത് സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവവുമാണ്. സിവിലൈസേഷനിൽ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത് എങ്ങനെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ വളരെ ശ്രദ്ധേയമായ സ്വഭാവത്തിൽ തന്നെ ഗ്രന്ഥകർത്താവ് നടത്തുന്നുണ്ട്. അതേസമയം കൾച്ചർ ഓൺ ദി കോൺട്രറി, ഇതിൻ്റെ മറുഭാഗത്ത് കൾച്ചർ എന്ന് പറയുന്നത്, സിവിലൈസേഷൻ എന്ന് സംസ്കാരം എന്ന് പറയുന്നത് ഈസ് ദ എവർ പ്രസൻറ്റ് ഫീലിംഗ് ഓഫ് ചോയ്സ്. അത് തെരഞ്ഞെടുപ്പിനുള്ള നിത്യസാന്നിധ്യമാർന്ന ഒരു വികാരമാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ഹ്യൂമൻ ഫ്രീഡം. അത് മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രകാശനമാണ്. നേരത്തെ പറഞ്ഞ സിവിലൈസേഷൻ എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് നെസസിറ്റിയാണ്. എന്നാൽ കൾച്ചർ എന്ന് പറയുന്നത് എവർ പ്രസൻറ്റ് ഫീലിംഗ് ഓഫ് ചോയ്സാണ്. ഒരു ഭാഗത്ത് അനിവാര്യതയും
അതോടൊപ്പം തന്നെ വീണ്ടും സിവിലൈസേഷനിൽ ലാക്ക് ഓഫ് ഫ്രീഡമാണുള്ളത്, സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവമാണുള്ളതെങ്കിൽ കൾച്ചറിലുള്ളത് എക്സ്പ്രഷൻ ഓഫ് ഹ്യൂമൻ ഫ്രീഡമാണ്, അത് മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രകാശനമാണ് എന്നും വരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടിനെയും വിശകലനം ചെയ്യുന്നുണ്ട്. ബാഹ്യജീവിതം എന്ന പ്രലോഭനം മനുഷ്യൻ്റെ ആന്തരിക ജീവിതത്തെക്കാൾ ഉപരിയാണ് എന്ന ബോധമാണ് സിവിലൈസേഷൻ സൃഷ്ടിക്കുന്നത്. ബാഹ്യജീവിതത്തിനാണ് പ്രാധാന്യം, അതൊരു പ്രലോഭനമാണ്, അത് ആന്തരിക ജീവിതത്തെക്കാളും മേലെയാണ്. അതുകൊണ്ട് തന്നെ സിവിലൈസേഷൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അത് പ്രൊഡ്യൂസ്ഡ് ഗെയിൻ, പ്രൊഡ്യൂസ് ടു ഗെയിൻ, ഗെയിൻ ടു സ്ക്വാൻഡർ, നേട്ടത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുക, അതോടൊപ്പം ധൂർത്തടിക്കാൻ വേണ്ടി നേടുക എന്നതായിത്തീരുന്നു. ഇതാണ് സിവിലൈസേഷൻ. ദാറ്റ്സ് ഇന്നേറ്റ് ഇൻ സിവിലൈസേഷൻ എന്നാണ് പറയുന്നത്. അത് സിവിലൈസേഷൻ്റെ ഒരു സഹജമായിട്ടുള്ള പ്രകൃതമാണ്, അത് അതിൻ്റെ ജന്മസിദ്ധമായിട്ടുള്ളൊരു ഭാവമാണ്, പ്രത്യേകതയാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് പദാർത്ഥങ്ങളോടുള്ള മനുഷ്യൻ്റെ ആശ്രിതത്വത്തെ വളർത്തുകയും ചെയ്യുന്നു. ആവശ്യങ്ങളാണ് സാങ്കേതിക പുരോഗതിയുടെ അതുവഴിയായി സിവിലൈസേഷൻ്റെയും അടിസ്ഥാനം. നാഗരികതയോടുള്ള വിധേയത്വമാകട്ടെ സദാ പുതിയ ആവശ്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു. ആവശ്യങ്ങൾക്ക് മേൽ യാതൊരു തരത്തിലുള്ള ധർമ്മനീതിയും പ്രവർത്തിക്കാത്ത വിധം, ഇതാണ് പ്രത്യേകത. ആവശ്യങ്ങളിൽ നിന്നാണ് സാങ്കേതികത, പുരോഗതി ഇതൊക്കെ വികസിക്കുന്നത്, അതുമായിട്ടാണ് സിവിലൈസേഷന് ബന്ധം. എന്നാൽ ഈ സിവിലൈസേഷനോടുള്ള അങ്ങേയറ്റത്തെ വിധേയത്വം, പുതിയ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ എത്രത്തോളം അനിവാര്യമാണ് എന്നതിനെക്കുറിച്ചുള്ള ചിന്തയല്ല അവിടെ ഭരിക്കുന്നത്. പുതിയ ആവശ്യങ്ങളാണ് വികസിപ്പിച്ചെടുക്കുന്നത്. ആവശ്യങ്ങളും ശാസ്ത്രവും തമ്മിൽ ബന്ധമുണ്ടല്ലോ. ആവശ്യത്തിൽ നിന്നാണ് ശാസ്ത്രം ഉണ്ടാകുന്നത്. ജെ.ഡി. ബെർണൽ അക്കാര്യം അദ്ദേഹത്തിൻ്റെ സയൻസ് ഇൻ ഹിസ്റ്ററിയിൽ വിശദീകരിക്കുന്നുണ്ട്. ആവശ്യങ്ങളിൽ നിന്നാണ് ശാസ്ത്രം ഉണ്ടാകുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ കൊസാംബിയുടെ ഒരു അഭിപ്രായവും അദ്ദേഹം അതിൽ ചേർത്തിട്ടുണ്ട്. ആവശ്യങ്ങളുടെ ക്രമം നിർണ്ണയിക്കലാണ് ശാസ്ത്രം എന്നാണ്. ആവശ്യങ്ങളുടെ ക്രമം നിർണ്ണയിക്കലാണ് ശാസ്ത്രം. ഈ ക്രമം മനുഷ്യൻ്റെ ബോധത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അതിലുപരിയായിട്ട് മനുഷ്യൻ്റെ പ്രത്യയശാസ്ത്ര ബോധത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്നും കാണേണ്ടതാണ്. മറുഭാഗത്ത് കൾച്ചർ എന്ന് പറയുന്നത് ഓയിങ് ടു ഇറ്റ്സ് റിലീജിയസ് നേച്ചർ, അതിൻ്റെ മതപരമായ പ്രകൃതം കൊണ്ട് തന്നെ ടെൻസ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഹ്യൂമൻ നീഡ്സ് ഓർ ദ ഡിഗ്രി ഓഫ് ദെയർ സപ്ലൈ. മനുഷ്യ ആവശ്യങ്ങളെ പരിമിതപ്പെടുത്താനാണ് മതം ഉദ്യമിക്കുന്നത്. മനുഷ്യാവശ്യങ്ങളെ പരിമിതപ്പെടുത്താനും അവയുടെ വിതരണ തോത് കുറയ്ക്കാനുമാണ് ശ്രമിക്കുന്നത്. ഒരു ഭാഗത്ത് ആവശ്യങ്ങളുടെ അടിമയാക്കുന്നു സിവിലൈസേഷൻ, മറുഭാഗത്ത് മതം, കൾച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ മതകീയ സ്വഭാവം കാരണം ആവശ്യങ്ങളെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതിനോടങ്ങേയറ്റത്തെ വിധേയത്വം ഉണ്ടാകുന്നത് വഴി ഉപയോഗം, ഉപഭോഗം എന്നതിനോട് തീർത്തും വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വിപരീതമായിട്ടുള്ള, അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനവും ഉണ്ടാകുന്നു. അപ്പോൾ സംസ്കാരത്തിൻ്റെ ഈ മതകീയ സ്വഭാവത്തിൽ നിന്ന് തന്നെയാണ് അസറ്റിസിസം, സെൽഫ് ഡിനയൽ തുടങ്ങിയിട്ടുള്ള പ്രവണതകൾ വളരുന്നത് എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. വൈരാഗ്യം, സന്യാസം, അതോടൊപ്പം തന്നെ ആത്മനിഷേധം, സെൽഫ് ഡിനയൽ പോലുള്ള കാര്യങ്ങളൊക്കെയും സംസ്കാരത്തിൻ്റെ, കൾച്ചറിൻ്റെ ഈ മതകീയ സ്വഭാവത്തിൽ നിന്ന് ഉത്പാദിതമാകുന്നതാണ് എന്നാണ്. ഹിപ്പികളും മുനിമാരുമൊക്കെ മുഷിഞ്ഞു നാറി നടക്കുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്, ഈ ഒരു സ്വഭാവം തന്നെയാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇത് ഈ ആത്മീയ സ്വഭാവത്തോടുള്ള, സംസ്കാരത്തിൻ്റെ ആത്മീയ സ്വഭാവത്തോടുള്ള അമിത വിധേയത്വം കാരണം സംഭവിക്കുന്നതാണ്. ഇവിടെ ആഗ്രഹ നിഗ്രഹത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക ശാസനം മുന്നോട്ട് വെക്കും. നിഗ്രഹമല്ലത്, ആവശ്യങ്ങളെ, നേരത്തെ മൃഗത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെയും മനുഷ്യൻ്റെ ഉള്ളിലുള്ള മൃഗത്തെ നിഷേധിക്കാനല്ല, മറിച്ച് അതിനെ യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട് തന്നെ മൃഗത്വത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അവിടെ യഥാർത്ഥത്തിൽ നിയന്ത്രണം എന്നൊരാശയം മാത്രമേ ഉള്ളൂ, നിരോധം എന്ന ആശയമില്ല. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹ നിയന്ത്രണത്തെക്കുറിച്ചാണ് ഇസ്ലാം പറയുന്നത്. ഇത് ഈ സിവിലൈസേഷൻ്റെയും കൾച്ചറിൻ്റെയും വശങ്ങളെ ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ് എന്ന് മാത്രമല്ല, ഇത് രണ്ടിനും പ്രോത്സാഹനജനകവുമാണ്, രണ്ടിൻ്റെയും വികാസത്തിന് സഹായകരവുമാണ്. എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ കിഴക്കിനും പടിഞ്ഞാറിനും മധ്യമാർഗമായി നിൽക്കുന്ന ഇസ്ലാമിൽ സംസ്കാരവും നാഗരികതയും, കൾച്ചറും സിവിലൈസേഷനും തമ്മിലുള്ള വൈരുദ്ധ്യവും ശത്രുതയും അവസാനിക്കുന്നു എന്നാണ് ഇസറ്റ് ബെഗോവിച്ച് അദ്ദേഹത്തിൻ്റെ ആ വാദങ്ങളെ സമാപിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് അദ്ദേഹം ജീവിതത്തിൻ്റെ മറ്റു വശങ്ങളെയും വിശദീകരിക്കുന്നത്. അതിലേക്കൊക്കെയും നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിൽ പോകാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.